ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് എന്നോട് ആളുകൾ ചോദിച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതേ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളും അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങളും അവർക്ക് ഏത് പോളിസി എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ നൽകാൻ ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം, അതിൻ്റെ ഉത്തരങ്ങളിലേക്കും പോകാം. ഒന്നാമത്തെ ചോദ്യം, ബെസ്റ്റ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഏതാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഇല്ല ആക്ച്വലി. അതേസമയം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷനുകൾക്കും നമ്മുടെ എക്സ്പെക്റ്റേഷനും നമ്മുടെ ബഡ്ജറ്റിനും ഉതകുന്ന രീതിയിലുള്ള പ്ലാൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയണം. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 32ഓളം കമ്പനികൾ നിലവിലുണ്ട്. അവർക്ക് ഒരുപാട് പോളിസികളുമുണ്ട്. ഈ പോളിസികൾ ഏതാണ് ബെസ്റ്റ് എന്ന് പറയുക വളരെ ടഫാണ്. കാരണം പല പോളിസികളും തമ്മിൽ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എല്ലായ്പ്പോഴും മിക്ക കമ്പനികളും, ഇപ്പോൾ ഒരു കമ്പനി ഒരു നല്ലൊരു പ്ലാൻ കൊണ്ടുവന്നാൽ അതിനെ കോപ്പി ചെയ്യാനാണ് മറ്റു കമ്പനികൾ നോക്കുക. കാരണം അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ അതേ രീതിയിലൊരു പ്ലാൻ കൊണ്ടുവരുമ്പം അവരുടെ പ്ലാനും സക്സസ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ കമ്പനികളും ഇപ്പോൾ ആ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഏതാണ് ബെസ്റ്റ് എന്ന് പറയുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് നമ്മുടെ കണ്ടീഷൻസ് അഥവാ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി, നമുക്കിപ്പോൾ നിലവിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ്, അതേപോലെ നമ്മുടെ ഫാമിലി സൈസ്, നമ്മുടെ ഏജ്, ഇങ്ങനെയുള്ള നമ്മുടെ നിലവിലുള്ള കണ്ടീഷൻസിന് ആപ്റ്റ് ആവുന്നൊരു പ്ലാൻ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്. നമുക്കൊരു പോളിസി എടുക്കുമ്പം നമ്മുടെ താല്പര്യങ്ങൾ കുറച്ചുണ്ടാവും. ചിലപ്പം ഡെലിവറി കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും, മെറ്റേണിറ്റി എക്സ്പെൻസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാവും, IVF ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആവശ്യമെന്ന് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ OP കവറേജ് വേണമെന്ന് ആഗ്രഹമുണ്ടാവും. ചിലർക്കാണെങ്കിൽ സ്റ്റാൻഡേർഡ് AC റൂമായാലും റൂം കാറ്റഗറി ഒരു വിഷയമല്ല എന്നുള്ളതുണ്ടാവും. ചിലർക്കാണെങ്കിൽ എനി റൂം ചൂസ് ചെയ്യാൻ, സ്യൂട്ട് റൂം അടക്കമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവും. ചിലർക്ക് പുറത്ത് പോയുള്ള ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യണമെന്നുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ്സ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആയിരിക്കണം അത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തതാണ്, അത് ബഡ്ജറ്റാണ്. നമ്മുടെ പോക്കറ്റിന് താങ്ങാൻ കഴിയുന്നതാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ടും കഴിയണം. കാരണം എല്ലാ വർഷവും ഈ പ്രീമിയം നമുക്ക് റിപ്പീറ്റഡായിട്ട് അടച്ചു പോകേണ്ടതാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ചിലപ്പോൾ പ്രീമിയത്തിൽ വർധനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രീമിയം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം. ഈ ബഡ്ജറ്റ് എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം മിക്കപ്പോഴും നമ്മൾ പോളിസി എടുക്കുന്നത് മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിൻ്റെ പുറത്താണ്. മിക്കപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും നമ്മൾ എടുക്കുന്നത് നമ്മൾ ചെയ്ത സ്റ്റഡീസിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തിയതിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല. ഒരു ഏജൻറ്റ് നമ്മളെ വന്ന് കണ്ടു, ആ ഏജൻറ്റിൻ്റെ നിരന്തരമായ പ്രഷറിൻ്റെ ഫലമായിട്ട് നമ്മൾ പോയൊരു പോളിസി എടുക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾക്ക് വലിയൊരു മെഡിക്ലെയിം വന്നു, അപ്പോൾ ഉടനെ നമ്മൾ പോകുന്നു, ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നു, നമ്മളൊരു പോളിസി എടുക്കുന്നു. ഇതാണ് മിക്കപ്പോഴും സംഭവിക്കുക. ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ എടുക്കുമ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാം? ഞാൻ സാധാരണ ആളുകളുടെ അടുത്ത് പറയാറുള്ളത്, നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ് ആനുവൽ ഇൻകം, ഇപ്പം ഹസ്ബൻഡ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ 10% നിൽക്കണം. ഇനിയല്ല ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം മാക്സിമം സം ഇൻഷുർഡിൻ്റെ 10% തന്നെ നിൽക്കണം. അതിൽ ക്രോസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. ഇനിയല്ല ഇത്തിരിയൊക്കെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, സീനിയർ സിറ്റിസൺസ് ആണ്, അവർക്ക് വേറെ കുട്ടികളുടെ പഠിത്തമോ അല്ലെങ്കിൽ വീട്ടു ചിലവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ മറ്റ് ചിലവുകളെക്കുറിച്ചോ ഒന്നും വലുതായിട്ട് പ്രശ്നമില്ല. അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നമാണ്. ഇങ്ങനെയുള്ളൊരു ഏജിലേക്ക് എത്തും 60 കഴിയുമ്പോഴേക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു 20% വരെ, അവരുടെ ആനുവൽ ഇൻകത്തിൻ്റെ 20 to 25% വരെ പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടി വന്നാലും അവർക്ക് അതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആവില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ ഒരു ചിലവാണ് അവിടെ കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന് നമ്മുടെ കണ്ടീഷൻസ്, 2 നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, മൂന്നാമത്തത് നമ്മുടെ ബഡ്ജറ്റ് എപ്പോഴും ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ 10%-നകത്ത് നിൽക്കുക. ആനുവൽ ഇൻകത്തിൻ്റെ 10% നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാൻ എടുക്കുക. ഇനിയല്ല സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഒരു 25% വരെയും നമുക്ക് പോയാലും കുഴപ്പമുണ്ടാകത്തില്ല. എല്ലാം ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒന്നില്ല.
സ്യൂട്ടബിൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ സ്യൂട്ടബിലിറ്റി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്യൂട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഏതാണ് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അതിനും മറുപടി ഇത് തന്നെയാണ്. എല്ലാ കമ്പനികളും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കമ്പനിയും എൻ്റെ കസ്റ്റമറിനെ സേവിച്ചേക്കാം, എനിക്ക് നഷ്ടം വന്നോട്ടെ, കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല, നിങ്ങളുടെ അറിവിലും കാണാൻ സാധ്യതയില്ല. എല്ലാവരും വർക്ക് ചെയ്യുന്നത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇപ്പോൾ ക്ലെയിം വരികയാണ്, ആ ക്ലെയിം വരികയാണെങ്കിൽ മോസ്റ്റ് എലിജിബിൾ ക്ലെയിമേ അവർ കൊടുക്കത്തുള്ളൂ. എല്ലാ ക്ലെയിമും കൊടുക്കുമെന്നല്ല, മോസ്റ്റ് എലിജിബിൾ ക്ലെയിം. അപ്പോൾ ഈ മോസ്റ്റ് എലിജിബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ എലിജിബിലിറ്റിയിൽ ചെറിയൊരു പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവർ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് കിട്ടേണ്ടത് എന്ന് നമുക്ക് തീർച്ചയുള്ള ഒരു കാര്യത്തിൽ ചിലപ്പോൾ കമ്പനിക്ക് അത് കൊടുക്കണമെന്ന് തീർച്ച ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കമ്പനികളും ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കമ്പനികളും ക്ലെയിം അപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പോളിസി എടുക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ആകരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരും. ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്നൊക്കെ പറയുന്നത് കുറേയധികം കണക്കിലെ കളികൾ തന്നെയാണ്. ഈ പറയുന്ന ഓരോ കമ്പനികളും ഓരോ വർഷവും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കിയാൽ വേരിയേഷൻസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇപ്പോൾ മോശമായി നിൽക്കുന്ന ഒരു കമ്പനി പണ്ട് ഏറ്റവും ബെറ്ററായിട്ട് ഉണ്ടായിരുന്നൊരു കമ്പനിയാകും. ഇന്ന് ബെറ്ററായി നിൽക്കുന്ന ഒരു കമ്പനി നാളെ ആകാതിരിക്കണം എന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന കമ്പനിയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ സ്യൂട്ടബിലിറ്റി നോക്കുക, നമ്മളുടെ ഏജൻറ്റ് എത്രത്തോളം നമുക്ക് ഡിപ്പെൻഡബിൾ ആണെന്ന് നോക്കുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഹെൽത്ത് ഇൻഷുറൻസിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഏജൻറ്റ് തന്നെയാണ്. കാരണം ക്ലെയിം പാസ്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 50% ഇൻവോൾവ്മെൻറ്റും വരുന്നത് നമ്മുടെ ഏജൻറ്റിനാണ്. അപ്പോൾ ആ ഏജൻറ്റിനെ ചൂസ് ചെയ്യുന്നതിനകത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി എന്തൊക്കെയാണ് നോക്കേണ്ടത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ കണ്ടീഷൻസ്, റിക്വയർമെൻറ്റ്, ബഡ്ജറ്റ്. ഇത് കൂടാതെ നമ്മൾ എന്തൊക്കെയാണ് ഒരു പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് നമ്മൾ എടുക്കുന്ന കമ്പനിയുടെ നെറ്റ്വർക്കിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അത് ആ കമ്പനിയുടെ ക്യാഷ്ലെസ് നെറ്റ്വർക്കിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, എന്നെ സംബന്ധിക്കുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് ഞാൻ എൻ്റെ ഏജൻറ്റിന് കമ്പനിക്ക് കൊടുക്കുമെന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്തെല്ലാം നമ്മൾ പറയാൻ സാധ്യതയുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെയും ഇൻഫോം ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ നാളെ ഒരു അസുഖമായിട്ടൊരു ഡോക്ടറെ അടുത്ത് പോകും, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുകയും ചെയ്യും. കമ്പനിക്ക് ഇതേ ഡോക്ടറെ അടുത്ത് നമ്മൾ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് കമ്പനിക്ക് ലഭിക്കും. അപ്പോൾ കമ്പനി മനസ്സിലാക്കുക, നമ്മളുടെ അടുത്ത് പറയാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അസുഖമായിട്ടുണ്ട്, അതിൽ ചിലതാണ് ഇപ്പോൾ പുറത്തു വന്നത്, അപ്പോൾ ഇനിയും വേറെ ഉണ്ടാകാം. ഇതാണ് കമ്പനി ചിന്തിക്കുക. അപ്പോൾ കമ്പനി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ കസ്റ്റമർ ഒരു ട്രസ്റ്റ് വർത്തിയായ ഒരു കസ്റ്റമർ അല്ല. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നതാണ് ഇൻഷുറൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തിയറികളിൽ ഒന്നാണ്, ഫണ്ടമെൻ്റൽ തിയറീസിൽ ഒന്നാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു ഉത്തമ വിശ്വാസം അതോടുകൂടിയിട്ട് അവിടെ തകരുകയാണ്. അപ്പം കമ്പനി പിന്നീട് ആ കസ്റ്റമറെക്കുറിച്ച് എല്ലാം ഡൗട്ട്ഫുള്ളായിട്ടാണ് ചിന്തിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു അസുഖം എന്തെങ്കിലും ഒരു വിഷയമുള്ള ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീമിൽ ചിന്തിക്കുകയും ആ പോളിസി ചിലപ്പോൾ ആ പോളിസിയിൽ നിന്ന് ആ കസ്റ്റമറിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ വരികയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള കാരണമായിട്ട് ഇതിനെ കണക്കാക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡോക്ടർക്ക് പോയാൽ പറയാൻ സാധ്യതയുള്ള നമ്മളുടെ രോഗവിവരങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. അതേപോലെ തന്നെ ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ എന്ന് പറയും. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒ പിയിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ക്ലെയിമിന് പോകുമ്പോഴത്തേക്കും കമ്പനീസ് ചോദിക്കും, നിങ്ങളുടെ ആദ്യം ഫസ്റ്റ് കൺസൾട്ട് ചെയ്ത പേപ്പേഴ്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ ഒ പിയിൽ കാണിച്ച പേപ്പേഴ്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രീവിയസ് ട്രീറ്റ്മെൻറ്റ് ഡോക്യുമെൻറ്റ് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോകുമ്പോൾ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടറുടെ ഒരു കെയർ കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സിൻ്റെ ഒരു കെയർ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് വളരെ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും വലിയ കാര്യമായിട്ട് നമ്മൾ പെരുപ്പിച്ച് പറയാതിരിക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പയ്യൻ അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്ത് ചൂട് ഏറ്റിട്ട് അവൻ ബോധം കെട്ട് വീണു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 10-30 വയസ്സായപ്പോഴും ആൾക്ക് ഇതേപോലെ തന്നെ BP ഷൂട്ടായിട്ടൊന്ന് വീണു. ഹോസ്പിറ്റലിൽ പോകുമ്പം ഈ 8ാം ക്ലാസ്സിൽ ഇതുപോലെ വീണ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വളരെ പഴയ ഒരു കാര്യമായിരിക്കാം, പക്ഷേ ഡോക്ടർ അത് നോട്ട് ചെയ്യുകയും നമ്മുടെ ക്ലെയിമിനെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ പണ്ട്
ഇങ്ങനെ ഒരു അസുഖം ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊന്ന് ട്രീറ്റ്മെൻറ്റ് തേടിയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളത് കാണിക്കണം. പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ അത് കാണിക്കണം. അല്ലാത്ത സാഹചര്യങ്ങളിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞ് അത് നമ്മളെ ക്ലെയിമിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഏജൻറ്റുമായിട്ട് കൂടി ഡിസ്കസ് ചെയ്തിട്ട്, ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ ഫാക്റ്റും നോൺ മെറ്റീരിയൽ ഫാക്റ്റും ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഫാക്റ്റ് എന്തായാലും കമ്പനി അറിയിച്ച് തന്നെ ചെയ്തിരിക്കണം. നോൺ മെറ്റീരിയൽ ഫാക്റ്റ് അല്ലെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള അല്ലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏജൻറ്റുമായിട്ട് സംസാരിച്ച് ഏത് കാണിക്കണം ഏത് കാണിക്കേണ്ട എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ടൂടെ കഴിയണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പോളിസി എടുക്കാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്.